ഹേ ഗൈസ്, ഇറ്റ്സ് മീ ഒക്കെ. അപ്പോൾ നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് വന്നേക്കാനാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കന്യാകുമാരീൻ്റെ എൻഡിലുള്ള ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ അമ്മയും അച്ഛനും കൂടി എന്തൊക്കെയോ കുശലം പറഞ്ഞ് അവിടെ ബീച്ചെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നല്ല ക്യാമറയും കൊണ്ട് അവരുടെ ഇടയിലേക്ക് പോവുകയാണേ. ഇതുപോലെ കുറേ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് കുളിക്കുന്നുണ്ട്. പഴയ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതിലുണ്ട് കേട്ടോ. അതെ, ആ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാർക്കും പിന്നെ നമ്മൾ ആദ്യം ഒരു സ്റ്റാച്യു. സത്യത്തിൽ എനിക്ക് ഈ വെള്ളത്തിലിറങ്ങാൻ ഇച്ചിരി പേടിയാ തോന്നി, തിരമാലകൾ കാണും. പക്ഷെ ആളുകളൊക്കെ ഒരു കെയർലെസ് ആയിട്ട് ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു. മേ ബി അത് അവർക്ക് ഓക്കെ ആവാം, നമുക്കത് ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു തോന്നൽ. അതെ, നിങ്ങൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് വേണ്ട, ഇത് പഴയൊരു മമ്മൂട്ടിയുടെ ഒരു ഫിലിമിലെ മമ്മൂട്ടി ഇവിടെ വെച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതെൻ്റെ അച്ഛനാണ് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ രാത്രി ഞങ്ങൾ കുറേ സ്നാക്സൊക്കെ കഴിക്കാൻ തുടങ്ങി. നമ്മുടെ കോഴിക്കോടൊക്കെ മുട്ടായി തെരുവ് പോലെ കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ദിവസം 2, അതായത് രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് ആണ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. തലേദിവസം നമ്മളിവിടെ വളരെ വൃത്തിഹീനമായിരുന്നു ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇന്ന് രാവിലെ ഒരുപാട് വൃത്തിയുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടത്. അങ്ങനെ അമ്പലത്തിൽ നിന്നും ഇറങ്ങി ഏകദേശം 300 രൂപയുടെ 3 ടിക്കറ്റ് എടുത്ത് 900 രൂപയ്ക്ക് ഞങ്ങൾ ബോട്ടിലേക്ക് 50 മുതൽ 60 ആൾക്കാർ വരെ കപ്പാസിറ്റി ഉള്ള ബോട്ടാണ് നമ്മൾ. അപ്പോൾ ഈ ഫെറിയിൽ കയറി നേരെ അപ്പുറത്ത് 1-2 വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നോക്കിയിട്ടാ, അതൊന്നും സെറ്റായില്ല. എഗൈൻ ഒന്നുകൂടി വെച്ചു. എന്നാൽ ശരി, ഒരിക്കൽ കൂടി വെക്കാൻ പറഞ്ഞ് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി. നിമിഷ നേരം കൊണ്ട് എൻ്റെ ഫോൺ പുതുക്കടിയോന്ന് താഴെ. അങ്ങനെ നമ്മുടെ ആശ്രമം വിഫലമായി. ഈ കാണുന്നതാണ് വിവേകാനന്ദ പാർക്ക്. ഇതിനുള്ളിലാണ് വിവേകാനന്ദ പ്രതിമ. വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഇവിടെ. നമുക്ക് കുറച്ച് നേരം ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സിൻ്റെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വന്നേക്കാം കേട്ടോ. സത്യത്തിൽ ഇത് വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും അല്ല, ഗ്ലാസ് ബ്രിഡ്ജ് ആയിരിക്കുന്നത്. പക്ഷേ ഇത് ചെറിയൊരു മെഷർമെൻറ്റിൽ കുറച്ചുള്ളൂ. പക്ഷെ 300 രൂപയ്ക്കുള്ള ബോധത്തിന് വേണ്ടിയോ ഒന്നും ഇതിൽ തന്നെ ഇല്ല. പക്ഷെ കുഴപ്പമില്ല, കാഴ്ചകളെല്ലാം ഭംഗിയായി. അങ്ങനെ അവസാനം ഈ ഓം എന്നുള്ള കൊടിയൊക്കെ കണ്ട് ഞാൻ ഈ യാത്രയോട് വിട പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര